ഈ ക്വസ്റ്റ്യൻ നോക്കാം. The radius of innermost electron orbit of a hydrogen atom is 5.3 into 10 raised to minus 11 meter. What are the radii of n equal to 2 and n equal to 3? ഫിഗർ വരയ്ക്കാതെ തന്നെ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് എനർജി സ്റ്റേറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ റേഡിയസ് 5.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 11 മീറ്റർ ആണ്. 0.53 ആങ്സ്റ്റർ എന്നും എഴുതാറുണ്ട്. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ റേഡിയൈ ഓഫ് ദ n ഈക്വൽ ടു ആൻഡ് n ഈക്വൽ ടു 3. നമുക്കൊരു ഫോർമുലയുണ്ട്. nth എനർജി സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ എങ്കിൽ റേഡിയസ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാമോ? R1 ഇൻറ്റു എൻ സ്ക്വയർ. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. Rn ഈക്വൽ ടു R1 ഇൻറ്റു എൻ സ്ക്വയർ. അപ്പോൾ R2 കാണാൻ പറഞ്ഞിട്ടുണ്ട്, R3യും കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് എനർജി സ്റ്റേറ്റിലുള്ള റേഡിയസ് വേണം, തേർഡ് എനർജി സ്റ്റേറ്റിലുള്ള റേഡിയസും വേണം. അപ്പോൾ R2 എന്ന് പറയുമ്പോഴെന്ത് വരും? R1 ഇൻറ്റു 2 സ്ക്വയർ എന്നായിരിക്കും വരാം. ക്ലിയർ ആയില്ലേ? ബിക്കോസ് Rn ഈക്വൽ ടു R1 ഇൻറ്റു എൻ സ്ക്വയർ എന്നാണല്ലോ. അപ്പോൾ അത് പ്രകാരം R2 എന്ന് പറയുമ്പോൾ R1 ഇൻറ്റു 2 സ്ക്വയർ എന്നായിരിക്കും വരാം. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 11 ആണ്. ദാറ്റ് 1 ഇൻറ്റു 4 വരും. കാൽക്കുലേഷൻ പറയുന്നില്ല. ചെയ്തു വരുമ്പോൾ 2.12 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10 മീറ്റർ. കാൽക്കുലേഷൻ പറയുന്നില്ല. ഇനി R3യും കൂടിയും കാണാൻ പറയുന്നുണ്ട് അല്ലേ? തേർഡ് എനർജി സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ് റേഡിയസ്? ഈ ഫോർമുല പ്രകാരം R1 ഇൻറ്റു 3 സ്ക്വയർ എന്നായിരിക്കും വരാം. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 11 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. കാൽക്കുലേഷൻ പറയുന്നില്ല. 4.77 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10 മീറ്റർ. ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ?